എന്തോ പൂ എടുക്കാൻ വന്ന പൂ പറിക്കാൻ വന്ന പൂ പറിച്ചാ പൂ പറിക്കാൻ പറ്റുന്നിട്ടാ. ഇതിൽ ആദ്യം എടുത്തതിന് ഫോട്ടോ എൻ്റെ അമ്മേരെ ഫോട്ടോയാണ്. അവർക്ക് 5 മക്കളുണ്ട്, 4 പെണ്ണും ഒരാണും ആണ്. 5 മക്കൾക്കും കൂടെ 7-8 ചെറുമക്കൾക്ക് എല്ലാം കൂടി 8 മക്കളുണ്ട്. അങ്ങനെ ആണ്. പക്ഷേ എല്ലാ ജനങ്ങളും അമ്മ ദൈവം അമ്മ പെറ്റ അമ്മ. നമ്മളും പ്രസവിച്ച് എനിക്കുണ്ട് 36 വയസ്സായ മോളും 32 വയസ്സായ മോളുണ്ട്, 3 ആമക്കൾ ചെറുമക്കളുണ്ട്, ഒരു പെങ്കൊച്ചുണ്ട്. പക്ഷേ നമ്മളാരും മക്കളപ്പരാവില്ല. ഇവർ 80 വയസ്സായെങ്കിലും ശരി ഇവർ വാ തുറക്കും തിന്നാനും മക്കളപ്പരാവാം. വേറെ ഒരു വക ഇവർ ചെയ്യൂല. ഒരു മക്കളും അവരെ പീഡിപ്പിക്കുന്നില്ല, ഒരു മക്കളും ഒന്നും അവരെ ചെയ്യുന്നില്ല. സാധാരണ ഒരു കൂലി വേലക്കാരൻ്റെ മക്കളാണ് നമ്മൾ. വീട്ടിൽ ഇരുന്ന കാലത്താണെങ്കിൽ അച്ഛൻ കുടിച്ചും കൊണ്ട് ചീത്ത വിളിയും ബഹളം. എങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ടവന്മാർ നമ്മളെ വന്ന് എല്ലാത്തിനെയും കെട്ടി എല്ലാം കൊണ്ടുപോയി. ഇവരെ മക്കളാരും ഒളിച്ചോടിപ്പോയില്ല. എല്ലാവരെയും ഇവർ കെട്ടിച്ച് വിട്ടേനെ, ആരും ഒളിച്ചോടിയില്ല. അവരൊക്കെ ഇഷ്ടമുള്ളവരെ അവർ നമുക്ക് കെട്ടിത്തന്നു. ആരും ഒളിച്ചോടിപ്പോയില്ല. അവരെ പരിധി തന്നെ നമ്മൾ വളർന്നത്. നമ്മളെ പരിധി വിട്ടൊന്നും നമ്മൾ വളർന്നില്ല. എല്ലാം ആയി. എൻ്റെ മോളെ ഒരു മുറി കൊടുത്തെങ്കിൽ അവിടെ താമസിക്കണം. അവിടെ ഇരുന്നും കൊണ്ട് നമ്മൾ ആഹാരം കൊടുത്തുകൊണ്ട് തന്നെ അവിടെ ഇരുന്നും കൊണ്ട് നമ്മളെ ആഹാരം വാങ്ങിച്ച് തിന്നിട്ട് എന്നെയും എൻ്റെ മക്കളെയും പ്രാക്കാണ് ഇവർക്ക് ജോലി. എല്ലാവരും അമ്മ ദൈവമെന്ന് പറയണം. അമ്മ ദൈവം ആവണമെങ്കിൽ അതുപോലെ മക്കളെ നോക്കണം, മക്കളെ നോക്കി വളർത്തണം. അമ്മമാർക്ക് പണവും സ്വത്തും ഇല്ലായിരിക്കും. പണവും സ്വത്തും ഒന്നും ഒരു മക്കൾക്കും ഒരു അമ്മയുടെയൊന്നും ആഗ്രഹം കാണില്ല. പക്ഷേ അമ്മമാർ മക്കളെടുത്ത് സ്നേഹമായിട്ട് പെരുമാറണം. എന്നാലേ മക്കൾ തിരിച്ച് അമ്മയുടെ അടുത്തും സ്നേഹമായിട്ട് പെരുമാറും. ഇതങ്ങനെയല്ല. ഇത് തിന്നാനും വാ തുറക്കും, പ്രാവാനും തുറക്കും, അല്ലാതെ ഒന്നിനും ഇവർ വാ തുറക്കില്ല. എല്ലാ മക്കളും അവരുടെ സ്നേഹം തന്നെ. ഒരു മക്കളും അവരെ ഒന്നും പറയില്ല. അവരായിട്ട് തന്നെ ചേരാതെ പോകണം, അല്ല നമുക്കൊന്നുമില്ല. നമുക്കറിയാം നമ്മളെ പെറ്റ അമ്മയാണെന്ന്. ഇന്ന് നമ്മൾ കാണിക്കും പോലെയാണ് നാളെ നമ്മളെ മക്കൾ നമ്മളടുത്താണ് കാണിക്കും. അതും നമുക്കറിയാം. നമ്മൾ എന്തൊരു ചെയ്താലും ശരിയാണ്, ആ ചെയ്യണം നേരത്ത് ചെയ്തും കൊണ്ട് നമ്മൾ വീട്ടിനകത്ത് കയറുമ്പം നമ്മളെ തുടങ്ങും പ്രാവൻ. പക്ഷേ ഇതുപോലൊരു അമ്മ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല മക്കളെ പ്രാവണം. ഞാനും അമ്മ തന്നെ. എല്ലാവരും 10 മാസം ചുമന്ന് തന്നെ മക്കളെ പ്രസവിക്കണം. ഇവർ മാത്രമല്ല. പക്ഷേ അമ്മയായിട്ടിരിക്കും, മക്കളായിട്ടിരിക്കും. അമ്മമാർ അയ്യോ അമ്മ അതിൽ ദൈവം പിന്നെ അമ്മ എന്ന്. പക്ഷേ അമ്മമാർ മക്കളെ അതുപോലെ നോക്കണം. കുറേ കോടി ഉണ്ടാക്കണം, സ്വത്തുണ്ടാക്കണം എന്നൊന്നും നമ്മൾ പറയണില്ല. നമുക്ക് സ്വത്തും വേണ്ട, പണവും വേണ്ട, മനസമാധാനം മതി. പക്ഷേ ഇത്രയും പ്രായം ചെയ്ത മക്കളെ പ്രാവാതിരുന്നൂടെ?